بسم الله الرحمن الرحيم. صل ربنا على رسولنا خير خلقك سيد الأنام. صل ربنا على رسولنا خير خلقك سيد الأنام. ليوم أفضك ندعو رابة منا لخير خلقك ندعو شافعا لنا. صل ربنا على رسولنا خير خلقك سيد الأنام. صل ربنا على رسولنا خير خلقك. ഉത്തരം കൊടുക്കുന്നുണ്ടോ? ഇല്ലേ? തീർച്ചയായും ഉത്തരം കൊടുക്കും എന്ന് തന്നെ. അൽഹംദുലില്ലാഹ്. മുജാഹിദേ, നിന്റെ പ്രാർത്ഥനയുടെ നിർവചനം പൊളിഞ്ഞില്ലേ? അതായത് പരിശുദ്ധ ഖുർആനെ നിന്ദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് താങ്കൾ ഇപ്പോൾ ചോദിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകും എന്ന് അള്ളാഹ് പറഞ്ഞു. ഖുർആനെ നിഷേധിക്കേണ്ട ആവശ്യം എന്ത് ഈ കാര്യത്തിൽ? ഹദീസിനെ നിഷേധിക്കേണ്ട കാര്യം എന്ത് ഈ കാര്യത്തിൽ? ആ ഹദീസ് ഞാൻ നിഷേധിച്ചിട്ടേ ഇല്ല. ലൗജീബന്റെ ഉത്തരം ചെയ്യും. അൽഹംദുലില്ലാഹ്, ഉത്തരം ചെയ്യും. صل ربنا على رسولنا خير خلقك سيد الأنام. صل ربنا على رسولنا خير خلقك سيد الأنام. ليوم أفضك ندعو رابة منا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كلهم والصحابة أجمعين. أما بعد، نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും സ്നേഹാദരവോട് നിറഞ്ഞ പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, ഈ മഹത്തായ സദസ്സ് വീക്ഷിക്കുന്ന ദീനീ സ്നേഹികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആദർശം എന്ത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഏറ്റവും മഹത്തായ വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളടക്കം സർവ വിഷയങ്ങളെക്കുറിച്ചും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് പഠിപ്പിച്ചു തന്നതും അത് മനസ്സിലാക്കിയ മഹാന്മാരായ സ്വഹാബികൾ താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തതും അവരിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയ ഇമാമുകൾ ഗ്രഹിച്ചതും അവരിലൂടെ നമ്മുടെ പൂർവ്വ പിതാക്കൾ സ്വായത്തമാക്കിയതും ശേഷം നമ്മിലേക്ക് ഏൽപ്പിക്കപ്പെട്ടതുമായ ഈ മഹത്തായ സന്ദേശം പാരമ്പര്യമായി മഹാരഥന്മാരായ നിഷ്കളങ്കരായ മുഖ്ലിസീങ്ങളുടെ ഒരുപറ്റം നേതൃത്വമാണ്
സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ നമുക്ക് ഈ വിഷയത്തിലുള്ളത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അത് മനസ്സിലാക്കിയ മഹാരഥന്മാരായ ഇമാമുകളും തുടങ്ങി ഈ പരിശുദ്ധമായ പാരമ്പര്യത്തിലൂടെ വളരെ സ്നേഹത്തോടെ, സമാധാനത്തോടെ, ഐക്യത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലോകം. പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശവും അതുതന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ അത്വഇഉല്ലാഹ വഅത്വഇഉർ റസൂൽ വഉലിൽ അംരി മിൻകും. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം, ഉലുൽ അംറിനെയും നിങ്ങൾ അനുസരിക്കണം. ആരാണ് ഉലുൽ അംറ്? ഖുർആൻ പഠിച്ച 6-ാം നൂറ്റാണ്ടിന്റെ നവോത്ഥാന നായകനായ ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം. ഇസ്ലാമിന്റെ നിയമങ്ങളെക്കുറിച്ച് പഠിക്കുകയും അത് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാൻ മാത്രം പക്വതയുള്ള പണ്ഡിതന്മാർ, അത്തരം ഇമാമുകളെയും നിങ്ങൾ അനുസരിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ ലോകത്തോട് നിർദ്ദേശിക്കുന്നത്. ഈ ഒരു തത്വാത്മകമായ ദർശനമാണ് പാരമ്പര്യമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ നമ്മിലുള്ളത്. അങ്ങനെ വളരെ കൃത്യമായ ഇഖ്ലാസുള്ള, ആത്മാർത്ഥരായ, നിഷ്കളങ്കരായ മഹാരഥന്മാരെ സ്നേഹിച്ച് അവരെ പിൻപറ്റി അവരെ അനുസരിച്ച് ഐക്യത്തിലും സമാധാനത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ 1920-കൾക്ക് ശേഷം ഈ സുന്ദരമായ ഐക്യത്തിൽ വിള്ളലുകളും പൊട്ടലുകളും സംഭവിച്ചു. 1925-കൾക്ക് ശേഷം വേറെ ഒരു പ്രസ്ഥാനം രൂപം കൊണ്ട് അങ്ങനെയും ചില അനൈക്യങ്ങൾ ഉണ്ടാകുകയുണ്ടായി. 1940-കൾക്ക് ശേഷം വീണ്ടും അത് വേറെ ഒരു പ്രസ്ഥാനമായി രൂപീകരിക്കപ്പെടുകയും ഉള്ള സമാധാനത്തിന് അതിശക്തമായ കോട്ടലും അതിശക്തമായ തകർച്ചയും സംഭവിക്കുകയുണ്ടായി. ഇങ്ങനെ മുസ്ലിം ലോകത്തിന്റെ അടിസ്ഥാന നിയമങ്ങളടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി എന്ന് മാത്രമല്ല, ലോകത്ത് മതം പഠിപ്പിക്കാൻ വന്ന മഹാരഥന്മാരായ പൂർവ്വപിതാക്കളെയും ഇമാമുകളെയും പണ്ഡിത ലോകത്തെയും മൊത്തമായി കാഫിറുകളുടെയും മുസ്ലിക്കുകളുടെയും ലിസ്റ്റിലേക്ക് തള്ളിവിടുകയുണ്ടായി. എന്നിട്ട് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വാക്യങ്ങളിൽ ശരിയായ ഒരർത്ഥം പോലും പറയാൻ കഴിയില്ലാത്ത വിവരദോഷികളായ ആളുകൾ മതം പറയാൻ പണ്ഡിത വേഷം ധരിച്ചുകൊണ്ട് കടന്നു വരികയും അങ്ങനെ ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ എന്നേക്കുമായ ഭിന്നതയും അനൈക്യവും ഛിദ്രതയും ഉണ്ടാകുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സമയത്ത് മുസ്ലിം ലോകത്തോട് പറയാനുള്ളത്, ആമിനൂ കമാ ആമനന്നാസ്. പൂർവപിതാക്കൾ, മഹാരഥന്മാരായ സ്വഹാബികൾ അവരെങ്ങനെയാണ് വിശ്വസിച്ചത്, അതാണ് നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശവും നമ്മോടത് തന്നെയാണ്. നിങ്ങൾക്കറിയില്ലേ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം മനസ്സിലാക്കിയ ഒരു പറ്റം ആളുകൾ, പക്ഷേ ആ ബഹുമാനം ഉൾക്കൊള്ളാനും അത് ഗ്രഹിക്കാനും സാധിക്കാത്ത വേറെ ചില ആളുകൾ, മറ്റൊരു വിഭാഗം ബഹുമാനം ഉള്ളിൽ തീരെയില്ല, പക്ഷേ പുറത്തത് പ്രകടമാക്കുകയും ചെയ്യുന്ന നിഫാഖിന്റെ ഉടമകളായ വേറെ ഒരു വിഭാഗം ആളുകൾ. എല്ലാ വിഭാഗത്തെയും വളരെ ക്ലിയറായി പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്കറിയാം മുനാഫിഖുകളെ കുറിച്ച് എന്തായിരുന്നു അവരുടെ സ്വഭാവം. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിശക്തമായ വൈരാഗ്യവും വെറുപ്പും മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിക്കുകയും പുറത്തു വളരെ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട്
പള്ളിയിലെ ജുമുഅയിലും ജമാഅത്തുകളിലും അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം യുദ്ധ സമര മേഖലകളിലും വളരെ കൃത്യമായി പങ്കെടുക്കുകയും ചെയ്ത ആളുകൾ, അവരുടെ ചീഫ് അമീറായി ചരിത്രത്തിൽ നമുക്ക് പരിചയമുള്ളത് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന ആളാണ്. എന്തായിരുന്നു ചരിത്രം? ഒരു സംഭവം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അതിശക്തമായ കാറ്റടിക്കുകയുണ്ടായി. കാറ്റിന്റെ ശക്തിയിൽ ഒരുപാട് മൃഗങ്ങൾ ഓടിപ്പോകുന്ന കൂട്ടത്തിൽ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൃഗവും ഒളിച്ചോടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനിടയിൽ സ്വഹാബികളോട് പറഞ്ഞു, മദീനയിൽ ദിഫാഅ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ മരിച്ചിട്ടുണ്ട്. ശേഷം നബി തങ്ങൾ സ്വഹാബികളോട് പറയുന്നത്, എന്റെ ഒട്ടകം കാണാനില്ല, നിങ്ങളൊന്ന് തെരഞ്ഞുപോയി പിടിച്ചു തിരിച്ചു കൊണ്ടുവരണമെന്നായിരുന്നു. ഈ രണ്ട് വിവരവും ശരിക്ക് കേട്ട അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ആ സാഹചര്യത്തിൽ തന്നെ ഒരു ചെറിയ മീറ്റിംഗ് കൂടുകയും അയാളുടെ വിഷയാവതരണത്തിൽ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിശക്തമായി അപകീർത്തിപ്പെടുത്തുകയും ചെയ്തത് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. എന്തായിരുന്നു അത്? ഒരു മനുഷ്യന്റെ കാര്യം മഹാ അത്ഭുതമാണ്. അയാൾ മദീനയിൽ മരണപ്പെട്ട ഒരു മനുഷ്യന്റെ വിവരം പറയുന്നു. പക്ഷേ തന്റെ ഒട്ടകം എങ്ങോട്ട് ഒളിച്ചോടിപ്പോയി എന്ന വിവരം അയാൾക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം ചോദ്യം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ ജനമധ്യത്തിൽ ആക്ഷേപിക്കുകയും അവിടുത്തോടുള്ള സർവ്വ ബഹുമാനങ്ങളും ഉള്ളവരുടെ മനസ്സിൽ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരവസരമൊരുക്കുകയും ചെയ്യുകയായിരുന്നു സാക്ഷാൽ ഉബയ്യ് ഇബ്നു സലൂലിന്റെ ലക്ഷ്യം എന്ന് നമുക്കറിയാം. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ ലക്ഷ്യം ഇതായിരുന്നു എന്ന് നമുക്ക് വളരെ കൃത്യമായി ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരം കിട്ടി. ഉടനെ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ, ഇന്നാലിന്ന പർവ്വതത്തിന്റെ ചെരുവിൽ ഒരു മരത്തിൽ കടിഞ്ഞാന് കുടുങ്ങി എന്റെ ഒട്ടകം അവിടെ നിൽപ്പുണ്ട്, നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. സ്വഹാബികൾ ചെന്നു നോക്കുമ്പോൾ പറഞ്ഞതുപോലെ ഒട്ടകം അവിടെ നിൽപ്പുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞതിന്റെ പിന്നിലുള്ള രഹസ്യം സ്വഹാബികൾക്ക് വളരെ ഗ്രഹിക്കാൻ കഴിഞ്ഞു. പക്ഷേ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ പോലെയുള്ള മുനാഫിക്കുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറഞ്ഞ കാര്യം അറിയാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്നത് അല്ലാഹുവിന്റെ റസൂലിനിക്ക് അല്ലാഹു കൊടുത്ത ബഹുമാനമാണ്. വകാന ഫളലുല്ലാഹി അലൈക അളീമാ, എണ്ണമറ്റ അനുഗ്രഹങ്ങളും അനുഭൂതികളുമാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറഞ്ഞ കാര്യം അറിയാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്ന വിഷയത്തിൽ ലോക മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ലെന്ന് മാത്രമല്ല, സ്വഹാബികൾക്ക് ആ വിഷയത്തിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകത്തെ തെരഞ്ഞു പിടിക്കാൻ വേണ്ടി സ്വഹാബികളെ പറഞ്ഞയച്ചാൽ അതിന്റെ പിന്നിലുള്ള രഹസ്യം അവർക്ക് മനസ്സിലാക്കാൻ മാത്രം അല്ലാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്, വിവേകം അവരിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായിരുന്നു അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങൾ അറിയാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടും പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിന് തെരഞ്ഞു പിടിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു? അത്രയും സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഒരു വിഷയം തിരയാൻ മഹാരഥന്മാരായ സ്വഹാബികൾ സമയം ചെലവഴിക്കുമ്പോൾ അതിനു മാത്രമുള്ള ഫലം അല്ലാഹുവിൽ നിന്ന് അവർക്ക് ലഭിക്കും എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം ചോദ്യം ചെയ്തുകൊണ്ട് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ സംസാരിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ ബഹുമാനം മനസ്സിലാക്കാത്തതുകൊണ്ട് അവർക്ക് അല്ലാഹു കൊടുത്ത ശിക്ഷ പരിശുദ്ധ ഖുർആൻ പറയാതെ പോയില്ല.
ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. കപടവിശ്വാസികൾ നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ്. എന്താണ് അവിടെ കിടന്നാലുള്ള ബുദ്ധിമുട്ട്? മുകളിലുള്ള സർവ്വ ആളുകളുടെയും ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന ദ്രാവകങ്ങളും മലിനവസ്തുക്കളും എല്ലാം അവസാനമായി എത്തിപ്പെടുന്നത് ഇവര് കിടക്കുന്ന ഭാഗത്തേക്കാണ്. അതുകൊണ്ട് എല്ലാവിധ പീഡനവും എല്ലാവിധ മർദ്ദനവും അവർക്കുണ്ടാകട്ടെ എന്ന വിധത്തിൽ നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിൽ കിടത്തിയിട്ട് പടച്ച റബ്ബ് മുനാഫിക്കുകളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചത് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാം. എന്തായിരുന്നു മുനാഫിക്കുകൾക്ക് പറ്റിയ കേട്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കേണ്ട വിധം ബഹുമാനിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം സ്വഹാബികൾ ഉൾക്കൊണ്ടതുപോലെ അവർ ഉൾക്കൊണ്ടില്ല. റസൂലുള്ളാഹിയുടെ ബഹുമാനം ചാൻസ് കിട്ടുമ്പോഴൊക്കെ ഇല്ലായ്മ ചെയ്യാനും ആ റസൂലുള്ളാഹിനെ അപകീർത്തിപ്പെടുത്താനും അവർ സമയം കണ്ടു എന്നതാണ് ഏറ്റവും വലിയ അപകടമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൂറത്തുൽ മുനാഫിഖൂന കണ്ടില്ലേ നിങ്ങൾ? അതിന്റെ ആദ്യ വരിയിൽ തന്നെ അല്ലാഹു പറയുന്നത് ഇദാ ജാഅകൽ മുനാഫിഖൂന, മുനാഫിഖുകൾ തങ്ങളെ സമീപിച്ചാൽ, എന്നിട്ട് ഫഖാലു അവര് പറയുന്നത് എന്താ പറയുന്നത്? നസ്ഹദു ഇന്നക ലറസൂലുള്ളാഹി, തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ഞങ്ങൾ മനസ്സിലുറപ്പിച്ച് സാക്ഷ്യം വഹിക്കുന്നു എന്ന രൂപത്തിൽ അവര് തങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞാൽ എന്താണ് അല്ലാഹു പറയുന്നത്? അല്ലാഹുവിനറിയാം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന കാര്യം. പക്ഷേ വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാസിബൂൻ, മുനാഫിഖുകൾ പച്ച നുണ പറയുന്നവരാണ് നബിയേ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, മുനാഫിക്കുകൾ ഈ വിഷയത്തിൽ പച്ച നുണ പറയുന്നവരാണ്, കളവ് പറയുന്നവരാണ്. അവരെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇത്തഖദു ഐമാനഹും ജുന്നാ, അവര് തങ്ങളുടെ മുമ്പിൽ വന്ന് ഈ കള്ളസത്യം ചെയ്യുന്നതിന്റെ പിന്നിലെ രഹസ്യം അവരുടെ സമ്പത്ത് രക്ഷപ്പെടുത്തലാണ്. അവരുടെ ശരീരത്തിന് കേടുപാടുകളൊന്നും സംഭവിക്കാതെ അത് കാത്തു സൂക്ഷിക്കലാണ്. അതൊരു കവചയായി സ്വീകരിക്കലാണ് അവരുടെ ലക്ഷ്യം എന്ന് വളരെ കൃത്യമായി പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുനാഫിക്കുകളുടെ പ്രകൃതിയെക്കുറിച്ചും അവരുടെ സ്വഭാവങ്ങളെക്കുറിച്ചും ഒന്നുകൂടെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും, തങ്ങളവരെ കണ്ടാൽ അവരുടെ ശരീരം തങ്ങളെ ആശ്ചര്യപ്പെടുത്തും. അവരുടെ പ്രകൃതി തങ്ങളെ കാണുമ്പോൾ വളരെ ആശ്ചര്യമായി തങ്ങൾക്ക് തോന്നിപ്പോകും. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, അവര് സംസാരിക്കാൻ ഒരുങ്ങിയാലോ അവരുടെ സംസാരത്തിന്റെ സ്ഫുടത കണ്ട് തങ്ങളവരിലേക്ക് ശ്രദ്ധ കൊടുത്തു പോകും. അത്രയും വലിയ നിഫാഖും കാപ്പറ്റ്യവും അതിനുവേണ്ടി മുസ്ലിം ലോകത്തിന്റെ ഈമാൻ ചൂഷണം ചെയ്യാൻ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുന്നവരാണവര്. പക്ഷേ കഅന്നഹും ഖുസ്ബും മുസന്നദ, അവരൊക്കെ കുത്തിച്ചാരി വെച്ച മരക്കഷ്ണങ്ങളെ പോലെയാണ് നബിയെ. ഒരു ഫലവുമില്ല എന്ന് വളരെ കൃത്യമായി അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും സാധിക്കാത്തതാണ് ഇന്നത്തെ ബിദ്അകളിൽ എല്ലാവർക്കും സംഭവിച്ച അപകടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം ചോദ്യം ചെയ്യുന്ന വിഷയത്തിൽ എല്ലാ ബിദ്അത്തുകാരും തുല്യമാണ് എന്നതിന്റെ ചരിത്രം സാക്ഷിയാണ്. നിങ്ങൾക്കറിയില്ലേ, 1925 ശേഷം രൂപം കൊണ്ട മുഹമ്മദ് ഇല്യാസിനാൽ രൂപീകരിക്കപ്പെട്ട തബ്ലീഗിസം, ആ തബ്ലീഗിസത്തിന്റെ നേതാവ് മുഹമ്മദ് ഇല്യാസിന്റെ ഗുരുനാഥൻ ഖലീൽ അഹ്മദ് അംബേട്ടവി തന്റെ ബറാഹീനെ ഖാത്തിഅയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപകീർത്തിപ്പെടുത്തിയിട്ട് അതിന്റെ 26ാമത്തെ പേജിൽ പറയുന്നത്, ഏക് സാലിഹ് ഫഖ്റെ ആലം അലൈഹിസ്സലാം की ജിയാറത്ത് से ख्वाब में मुशरिफ हुए, ഒരു ദിവസം നല്ല ഒരു തബ്ലീഗുകാരന്റെ സമീപത്തേക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നു. ശരിക്കും ശ്രദ്ധിച്ചോ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബ്ലീഗിന്റെ നല്ല ഒരു പണ്ഡിതന്റെ സമീപത്തേക്ക് സ്വപ്നത്തിൽ വരികയാണ്. എന്നിട്ടെന്താ സംഭവിച്ചത്? तो आपको उर्दू में कलाम करते थे कर पूछा. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉറുദുവിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇയാളോട് ഉറുദുവിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ ചോദിച്ചുപോൽ, കെ ആപ്കോ യേ കലാം കഹാം സേ ആ ഗയേ, ആപ് തോ അറബി ഹേ, താങ്കൾ ഒരു ശരിയായ അറബിയായിരിക്കെ എവിടുന്നാണ് ഉറുദു ഭാഷ വശപ്പെടുത്തിയത്, എവിടുന്നാണ് ഇത് പഠിച്ചത്? ഫർമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, കെ ജബ് സേ ഉലമാഎ മദ്രസ ദയൂബൻ സേ ഹമാരാ മുആമല ഹുവാ, നിങ്ങളുടെ ദയൂബന്ദിലെ സ്ഥാപനത്തിലെ പണ്ഡിതന്മാരോടുള്ള കൂടുതൽ ഇടപെടക്കം എന്നിലുണ്ടായപ്പോൾ അന്ന് മുതൽ ഹംകോ യേ സുബാനാകയെ, നമുക്ക് ഈ ഭാഷ വശമായി. സുബ്ഹാന ജല്ല ജലാലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറുദു പഠിക്കാൻ ദയൂബന്ദിലെ തബ്ലീഗുകാരന്റെ സ്ഥാപനത്തിൽ പോയി അവിടെയുള്ള പണ്ഡിതന്മാരെ മുമ്പിൽ അടിയറ പറഞ്ഞ് ഒരുപാട് കാലം അവരെ ശിഷ്യത്വം സ്വീകരിക്കേണ്ടി വന്നു എന്ന് എഴുതി വെക്കാൻ മാത്രം ഉളുപ്പുകെട്ട ബറാഹീനെ ഖാത്തിയയുടെ ഉടമസ്ഥൻ ഖലീൽ അഹ്മദ് അംബേട്ടവിയുടെ ശിഷ്യനായ മുഹമ്മദ് ഇല്യാസിനാൽ രൂപീകരിക്കപ്പെട്ട തബ്ലീഗിസം മുസ്ലിം ലോകമേ നമുക്ക് ആഖിറത്തിൽ ഫലം ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. എന്തിനാണിത് പറഞ്ഞതെന്നറിയോ? അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നതൊന്നും ഞങ്ങളോടിങ്ങ് പറയണ്ട. കാരണം മുഹമ്മദ് നബി തങ്ങൾ വരെ ഉറുദു ഭാഷ പഠിക്കുന്നത് ഞങ്ങളെ പണ്ഡിതന്മാരുടെ സ്ഥാപനത്തിൽ വന്നിട്ടല്ലേ, അവരുടെ മുമ്പിൽ ശിഷ്യത്വം സ്വീകരിച്ചിട്ടല്ലേ, അവരെ മുമ്പിൽ അടിയറ വെച്ചിട്ടല്ലേ. പിന്നെ ഞങ്ങളെ നേതാക്കളെക്കാൾ അത്ര വലിയ വിവരവും അറിവും മുഹമ്മദ് നബിക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു സമൂഹത്തെ, വിശ്വസിക്കാതിരിക്കുന്ന ഒരു സമൂഹത്തെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തബ്ലീഗ് പണ്ഡിതന്മാരെക്കാളും സ്ഥാനം കുറവാണ് എന്ന് വിശ്വസിപ്പിക്കുന്ന ഒരു വിഭാഗത്തെ ഇവിടെ വാർത്തെടുക്കുകയാണ് യഥാർത്ഥത്തിൽ തബ്ലീഗുകാരന്റെ ലക്ഷ്യം എന്ന് നമുക്കറിയാം. എന്തിനാണ് ഇത് പറഞ്ഞത്? പിന്നീട് ആ ബറാഹീനെ ഖാത്തിയയുടെ 96-ാമത്തെ പേജ് മറിക്കുമ്പോൾ നമുക്കൊന്നുകൂടെ കാണാം. शैतानो मलकुल मौत को बवुसअत नस्फ़ फी साबित हुई, फख्र आलम की वुसअत इल्म की कौन सी नस्फ़ क़तई है कि जिससे तमाम नफूस को रद्द करके एक शिर्क साबित करना है. അവിടെയാണ് കള്ളി വെളിച്ചത്താകുന്നത്. ശൈത്താനിനും മലക്കുൽ മൗത്തിനും വിശാലമായ അറിവുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശാലമായ അറിവുണ്ട് എന്നതിന് എവിടെയാണ് രേഖയുള്ളത്? ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ അറിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഒരു ശിർക്ക് സ്ഥിരപ്പെട്ടു എന്നല്ലാതെ മറ്റെന്ത് ഗുണം എന്നുളുപ്പില്ലാതെ ഖലീൽ അഹ്മദ് അംബേട്ടവി എഴുതി വെച്ചപ്പോൾ അവരുടെ ലക്ഷ്യം കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശൈത്താനിന്റെ അത്ര പോലും വിവരമില്ല. നബി തങ്ങളെക്കാളും വിവരത്തിന്റെ വിഷയത്തിൽ പിന്നെയും ശൈത്താനാണ് മുൻപന്തിയിൽ എന്ന് ക്ലിയറായി പഠിപ്പിച്ച് ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹവും മഹബത്തും നിലനിന്നിരുന്നെങ്കിൽ അതെല്ലാം ഇല്ലായ്മ ചെയ്യുന്ന വിഷയത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുകയും അതിനു വേണ്ടിയിട്ട് മാത്രം ഒരു പ്രസ്ഥാനം രൂപീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്നത്തെ സർവ്വ ബിദ്അകളുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാരന് വലിയ സംശയം കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ സംശയമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ജീർണിച്ചു പോകില്ലെങ്കിൽ പിന്നെ അതിൽ മണ്ണിൽ മറമാടുന്നതിൽ അർത്ഥമുണ്ടോ? അത് പുറത്തു വെക്കുന്നതില്ലേ ഗുണം? അത് ജനങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമാകില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പുറത്തു വെച്ചാൽ അത് ചീഞ്ഞു നാറിയിട്ട് അതിന്റെ സമീപത്തേക്കല്ല പരിസരത്ത് പോലും നിൽക്കാൻ പറ്റാത്ത
ഒരവസ്ഥയുണ്ടാകും. അത് മനുഷ്യ പ്രകൃതിയാണ്. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് ഖബറിൽ മറവ് ചെയ്തത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം ചോദ്യം ചെയ്യാൻ നാണമില്ലാതെ പ്രബോധനത്തിന്റെ പേജുകളിൽ അവസരം കണ്ട ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഇന്നും അവർക്കത് ബോധ്യമായിട്ടും അവരത് തിരുത്താൻ സന്നദ്ധരായിട്ടില്ല. എക്സ്പ്രസ് ഹൈവേ ദജ്ജാലാണോ അല്ലേ എന്ന സംശയത്തിലാണ് ഇപ്പോഴും അവരുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം. ഈ ഒരവസ്ഥയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ബഹുമാനം തീർത്തും ചോദ്യം ചെയ്തവർ ഇനിയും പറയട്ടെ, മുജാഹിദുകാരനോ ആ വിഷയത്തിൽ എല്ലാവർക്കും മാതൃക നേടിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പഠിച്ചവർക്ക് റസൂലുള്ളാഹിനെ അഷ്റഫുൽ ഖൽഖ് എന്ന് പോലും പറയാൻ പറ്റില്ല എന്നും ഇതാണ് ആളല്ലേ എന്ന് ചോദിച്ചു പോകുമെന്നൊക്കെ വളരെ ലജ്ജയില്ലാതെ ഉളുപ്പില്ലാതെ ഒരു മൗലവി സംസാരിക്കുന്നത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കേൾക്കാം. പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തണ്ട തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊഴിലോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരെയൊക്കെ എടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാല് ഇതാ ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായതിന്റെ ശേഷം ആ ദജ്ജാലുണ്ടല്ലോ ഓ ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായത് പറയാറില്ല. ഉള്ളിലുണ്ട്, മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോട് പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരസ്യമായി സ്റ്റേജിൽ കയറി അപകീർത്തിപ്പെടുത്താൻ KV അബ്ദുൽ ലത്തീഫ് മൗലവിയെ പോലെയുള്ള പണ്ഡിതരെന്ന് അവകാശപ്പെടുന്ന മുജാഹിദിന്റെ ആളുകൾ പറയുമ്പോൾ, എന്റെ സഹോദരന്മാരെ, ഏതാണ് മതം? മുസ്ലിം ലോകത്തിന് ഇത് യോജിച്ചതാണോ എന്ന് നാം ചിന്തിക്കേണ്ടതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരണം കൊണ്ടാണ്, ആ നേതാവിനെ പ്രസവിച്ചത് കൊണ്ടാണ്, അതിന് കാരണക്കാരനായതുകൊണ്ടാണ് അവരൊക്കെ മരിച്ചുപോയത് എന്നും സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റെടുത്ത് മുന്നോട്ട് വന്നതാണ് അബ്ദുൽ മുത്തലിബും അബൂ താലിബും ഒക്കെ മരിക്കാൻ കാരണമെന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് എന്നല്ല പറയുക, ഇതാണ് ആളല്ലേ എന്ന് ചോദിച്ചു പോകുമെന്നൊക്കെ പറയുമ്പോ, സഹോദരന്മാരെ, ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ പിഴച്ചുപോയ ഒരു വിഭാഗം മുസ്ലിം ലോകത്തിന് വിജയിക്കാൻ ഈ പ്രസ്ഥാനത്തിൽ അണിചേർന്നതുകൊണ്ട് സാധ്യമല്ല എന്ന് ഉറക്കെ പറയുകയാണ്. സുന്നി പ്രസ്ഥാനത്തിന് ചെയ്യാനുള്ള ഏറ്റവും വലിയ ദൗത്യമെന്ന് ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിട്ടുകൊണ്ട് ഒരു വിജയം മുസ്ലിം ലോകത്തിന് ദുനിയാവിലില്ല, ഖബർ ലോകത്തുമില്ല, മഹ്ശറയിലുമില്ല. 3 മേഖലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വിജയിക്കാൻ ആവശ്യമായ നേതാവാണ്. കാരണം നാം ഇന്ന് മഗ്രിബ് നിസ്കരിച്ചു, ആര് പഠിപ്പിച്ചതാണ്? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മഗ്രിബ് നിസ്കാരം നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഞാൻ ഇന്ന് മഗ്രിബ് ഒരു 20 റക്അത്ത് നിസ്കരിക്കുകയാണ്. പറ്റില്ല, പടച്ച റബ്ബിനത് വേണ്ട. കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതല്ല നീ മഗ്രിബായി ഇവിടെ നിസ്കരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് തന്നെ ചെയ്യുമ്പോഴാണ് ദുനിയാവിൽ നമുക്ക് വിജയമുള്ളത്, ഖബറിലും നമുക്ക് വിജയമുള്ളത്, മഹ്ശറയിലും നമുക്ക് വിജയമുള്ളത്. കാരണം ഖബറിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഫോട്ടോയുമായി മലക്കുകൾ വന്നുകൊണ്ട് ചോദിക്കുന്നത് ആരാണിത് എന്നാണ്. ആ സമയത്ത് ഈമാനുള്ള മുഅ്മിനീങ്ങൾ പറയും, ഇതെന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതേസമയം ആ നേതാവിന്റെ ബഹുമാനം പൂർണ്ണമായും നിഷേധിക്കുകയും നേതാവിനെ പരസ്യമായി അപകീർത്തിപ്പെടുത്തുകയും നേതാവിനെതിരെ സംസാരിക്കാൻ സമയം കാണുകയും ചെയ്ത ആളുകൾ പരിചയമില്ലല്ലോ, അറിയില്ലല്ലോ, ആളെ നമുക്ക്
തിരിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വെപ്രാളപ്പെടുമെന്നും അത് മുഖേന അവന്റെ പരാജയത്തിന്റെ ആദ്യ സ്റ്റെപ്പിലേക്ക് അവൻ കടന്നു കയറിയെന്നും ചരിത്രം സാക്ഷിയാട് പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന നഗ്ന യാഥാർത്ഥ്യമാണ്. ഒരുപാട് ആളുകൾ ഹക്ക് മനസ്സിലാക്കാൻ നമ്മുടെ സദസ്സിലേക്ക് വന്നവരാണ്. സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പഴച്ചുപോയ ബിദ്അത്തുകാര് എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടാകും, ഈ സദസ്സ് വീക്ഷിക്കുന്നുണ്ടാകും. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് തരാൻ ഇത്തരം ഒരു സദസ്സ് കാരണമായാൽ അത് വളരെ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് സംശയമുള്ളവർ വരണം, ചോദിക്കണം, അതിനുവേണ്ടി സന്നദ്ധരാകണം. നിങ്ങളുടെ സംശയം തീരുവോളം ഇവിടെ പണ്ഡിതന്മാരുണ്ടാകും മറുപടി പറയാൻ. ഒരിക്കലും നിങ്ങൾ ഇട്ടേച്ച് ഒരിക്കലും സംശയം ബാക്കിയാക്കി പോവുകയില്ല. നേരം പുലരുവോളം വേണ്ടി വന്നാൽ എല്ലാവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അംഗീകാരവും ഉണ്ടെങ്കിൽ ഇരിക്കണം എന്ന താല്പര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഫോട്ടോ കാണിച്ചു തരുമ്പോ നമ്മൾ ഖബറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയണമെങ്കിൽ ആ നേതാവിനെ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്, ആദരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മളവിടെ പരിചയമില്ലെന്ന് പറഞ്ഞ് ആദ്യ പരാജയത്തിന്റെ പടവ് കയറേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി മഹ്ശറയിലെത്തുമ്പോഴോ അവിടെയും സ്ഥിതി അത് തന്നെയാണല്ലോ. എന്റെ വിയർപ്പിൽ നിങ്ങൾ മുങ്ങുകയാണ്, നിങ്ങളും വിയർപ്പിൽ ഞാൻ മുങ്ങിക്കുളിക്കുകയാണ്. സ്വന്തം വിയർപ്പ് പോലും നമുക്ക് ആവേശം തരാതിരിക്കവേ അന്യന്റെ വിയർപ്പ് കൊണ്ട് വല്ല ആനന്ദവും നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വിയർപ്പിന്റെ ഒരു പ്രവാഹം തന്നെയാണ്, അതിന്റെ ഒരു സമുദ്രം തീർക്കുകയാണ് നമ്മൾ. എന്നിട്ട് അതിൽ കടന്ന് മുങ്ങിക്കുളിക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള ഒരു വാക്യം പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ലബിസ്തസ്ഫഅനാ ഇലാ റബ്ബിനാ ഫയുരീഹനാ മിൻ മകാനിനാ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ലബിസ്തസ്ഫഅനാ, പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആളുകൾ പറയും ലബിസ്തസ്ഫഅനാ ഇലാ റബ്ബിനാ ഫയുരീഹനാ മിൻ മകാനിനാ. ഇവിടെ നിന്ന് നമുക്കൊരു ചെറിയ സമാധാനം കിട്ടാൻ റെക്കമെൻഡിന് അപേക്ഷ കൊടുക്കുകയില്ലേ? ആരെയെങ്കിലും കണ്ട് നമ്മൾ അപേക്ഷ കൊടുക്കുകയില്ലേ? മഹാന്മാരായ ഓരോ പ്രവാചകന്മാരെയും സമീപിപ്പിച്ച് അവസാനം എല്ലാവരും നേതാവിലേക്ക് തന്നെ ആളെ പറഞ്ഞേക്കുമ്പോ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരസ്യമായി അപകീർത്തിപ്പെടുത്തിയ മനുഷ്യൻ നബി തങ്ങളോട് ശഫാഅത്ത് ചോദിക്കൽ എങ്ങനെ? അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ ചോദിക്കൽ എങ്ങനെ? എന്നെ ചരിത്രം പഠിച്ചാൽ അഷ്റഫുൽ ഖൽഖ് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ നിലയ്ക്ക് ഞാനിവിടെ ഈ പരിശുദ്ധമായ തടാകത്തിൽ നിന്ന് വെള്ളം കോരിത്തരികയോ എനിക്ക് സൗകര്യമില്ല എന്ന് ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയാതിരിക്കുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം ചോദ്യം ചെയ്ത ഇവരെ സംബന്ധിച്ച് നമുക്ക് പറയേണ്ടി വന്നു, ഇത് ബിദ്അത്താണ് സഹോദരന്മാരെ. ഇത് പരിശുദ്ധമായ ദീനിൽ നിന്ന് മനുഷ്യരെ ഇല്ലായ്മ ചെയ്യുന്ന ഏറ്റവും വലിയ അപകടമാണ്, പാപമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇനി നിങ്ങളത് കണ്ടോളൂ. മുസ്ലിം ലോകം സുന്നികൾ മുഴുവനും മുശ്രിക്കുകളും കാഫിറുകളുമാണെന്നും അവരെ കൊല്ലൽ നിർബന്ധമാണെന്നും ലജ്ജയില്ലാതെ ഉളുപ്പില്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലെ ജീവിച്ചെങ്കിലുണ്ടല്ലോ. ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ്. മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്‌നീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. 3 കാര്യമാണ് ഒരേ മനുഷ്യൻ പറയുന്നത് നിങ്ങൾ കേട്ടത്. ഒന്ന്, മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്കും നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത് എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി തന്റെ ആളുകളോട് പറയുന്നത്. അതിനർത്ഥം
സുന്നികൾ മുശ്രിക്കുകളാണ്. ഒന്ന്, ഇതിന് അളവുകോലായി അയാൾ ഉപയോഗിച്ചിട്ടുള്ളതിൽ അയാൾക്ക് അബദ്ധം പറ്റിപ്പോയി. ഏതാണത്? ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുന്നതാണ് ഒരാൾ ഇസ്ലാമിലേക്ക് വരാനുള്ള മാനദണ്ഡം. ഇസ്ലാമിൽ നിന്ന് ഒരാൾ പുറത്തു പോകാനോ മൊഹിയുദ്ദീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറയലുമാണ്. ഇവിടെയാണ് അപകടം പറ്റിപ്പോയത്. ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മാനദണ്ഡം ദൈവമേ രക്ഷിക്കണേ എന്ന് പറയലാണെന്ന് ലോകത്ത് പരിശുദ്ധ ഖുർആൻ കൊണ്ടോ തിരുസുന്നത്ത് കൊണ്ടോ മഹാന്മാരുടെ ഏതെങ്കിലും ഒരു ഉദ്ധരണി കൊണ്ടോ തെളിയിക്കാൻ ആൺകുട്ടിയായി പിറന്ന വഹാബികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെയാണ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നത്. കാണാൻ താല്പര്യമുണ്ട്, അതിന്റെ തെളിവൊന്ന് കാണാൻ ഞങ്ങൾക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. തോന്നിവാസം പറയേ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നതിന്റെ മാനദണ്ഡം ദൈവമേ രക്ഷിക്കണേ എന്ന് ആര് പഠിപ്പിച്ചു? ഞാൻ ചോദിക്കട്ടെ, ഇവന്റെ ഇതുപോലെയുള്ള പ്രഭാഷണം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെയുള്ളവർ സ്വഹാബികൾ കേട്ടിരുന്നെങ്കിൽ അതേ അന്തരീക്ഷത്തിൽ കദീന പാറും പോലെ ഇവന്റെ ശിരസിന് പാറുന്നത് കാണുമായിരുന്നു. കാരണം ഖതാദ തങ്ങളുടെ കണ്ണ് സംഭാവന ചെയ്ത് വളർത്തിയ മതമാണ് ഇസ്ലാം. ഉബൈദത്ത് തങ്ങളുടെ കാല് സംഭാവന ചെയ്ത് വളർത്തിയ മതമാണ് ഇസ്ലാം. മുആദ് തങ്ങളുടെ കൈ സംഭാവന ചെയ്ത് വളർത്തിയ മതമാണ് ഇസ്ലാം. വജാദൂ ബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി. സമ്പത്ത് നഷ്ടപ്പെടുന്നതിൽ പേടിയില്ലാതെ, സന്താനങ്ങൾ നഷ്ടപ്പെടുന്നതിൽ പേടിയില്ലാതെ, അവയവങ്ങൾ നഷ്ടപ്പെടുന്നതിൽ പരിഭ്രാന്തിയില്ലാതെ രണാങ്കണ ഭൂമിയിലേക്ക് സമരത്തിന് വേണ്ടി പരിശുദ്ധമായ കലിമ ചൊല്ലി തൗഹീദിന്റെ ധ്വജവാക്യം ചൊല്ലി ഇറങ്ങിത്തിരിച്ച സമര പോരാളികളായ മഹാന്മാരായ സ്വഹാബികളാൽ വളർത്തപ്പെട്ട ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഇത്രമാത്രം അപകീർത്തിപ്പെടുത്തിയിട്ട് അടിസ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്താൽ സഹോദരന്മാരെ, മുസ്ലിം ലോകം നോക്കി നിൽക്കില്ല. ഇത് സഹിക്കാൻ കഴിയില്ല. വേറെ ഒരു മതം എന്ന പേരിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇല്ല വഹാബികളെ, നിങ്ങളോട് ഞങ്ങൾക്ക് എതിർപ്പില്ല, നിങ്ങളോട് ഞങ്ങൾക്ക് വൈരാഗ്യമില്ല. മുസ്ലിം എന്ന പേരും പറഞ്ഞ് ഇസ്ലാമിന്റെ മതത്തിലില്ലാത്ത വിഷയങ്ങൾ മതത്തിന്റെ പേരിൽ വെച്ച് കിട്ടിയാൽ മുസ്ലിം ലോകത്തിന് നോക്കി നിൽക്കാൻ സാധിക്കില്ല. പറയേണ്ടി വരും, തെളിയിക്കേണ്ടി വരും, കൃത്യമായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടി വരും. നിങ്ങൾ നോക്കണം, ചരിത്രത്തിൽ നമുക്ക് കണ്ട സത്യമല്ലേ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് അവിടുത്തെ മുട്ട് റസൂലുള്ളാഹിന്റെ മുട്ടിനോട് ചേർത്തിയിട്ട് പരിശുദ്ധമായ കൈ ഹബീബിന്റെ കാലിൽ വെച്ചുകൊണ്ട് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരൂ നബിയേ. സ്വഹാബികൾ സാക്ഷിയാട്. ഈ സദസ്സിൽ ഉമർ ഇബ്നുൽ ഖത്താബ് അടക്കം പ്രഗൽഭരായ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, അൻതസ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ വേറെ ഒരാളുമില്ലെന്ന് നീ മനസ്സിലുറപ്പിച്ച് സാക്ഷ്യം വഹിക്കലാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നും മനസ്സിലുറപ്പിച്ച് സാക്ഷ്യം വഹിക്കലാണ്. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ പ്രധാനമായതെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ദൈവമേ രക്ഷിക്കണേ എന്ന് പറയലാണ് എന്നിവൻ പറഞ്ഞാൽ ചോദിക്കട്ടെ സഹോദര, ബാലേട്ടൻ മുസ്ലിമാണെന്ന് പറയാതിരിക്കാനൊക്കുമോ? ജോസഫ് മുസ്ലിമാണെന്ന് പറയാതിരിക്കാനൊക്കുമോ? ലോകത്ത് ഏത് മതക്കാരാണ് ദൈവമേ രക്ഷിക്കണേ എന്ന് പറയാത്തവരുള്ളത്? അതിനാൽ എല്ലാവരും മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന ഒരബദ്ധത്തിലേക്ക്, ഏറ്റവും വലിയ അപകടവാദത്തിലേക്ക് അല്ലേ വിവരദോഷികൾ സമൂഹത്തെ വലിച്ചു കൊണ്ടുപോകുന്നത്? ബാലേട്ടിന് ദേഷ്യം പിടിക്കാൻ എവിടെയെങ്കിലും പോകണോ? അവനവന്റെ മതത്തിന്റെ ഭാഗമെന്നോണം
ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ബാലേട്ടാ നീ മുസ്ലിമാണെന്ന് മുജാഹിദ് ബാലേട്ടനെ പോലെയുള്ളവര് പറയുമ്പോൾ ബാലേട്ടൻ പറയില്ലേ ഇത്ര മോശമാണോ നിങ്ങളെ മതം? ഞങ്ങളെ മതത്തിലുള്ളത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്ക് നിങ്ങളെ മതമാകുക എന്ന് പറയുന്നത് നിങ്ങളെ മതം വ്യവസ്ഥാപിതമല്ലേ? നാണം കിട്ടുപോയില്ലേ സഹോദര? ഇതാണോ ഇസ്ലാം? ആ ഒരളവുകോല് വെച്ച് അതോടൊപ്പം മുഹയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് മുർത്തദ്ദാകുന്ന കാര്യമാണെന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞെങ്കിൽ കൊണ്ടുവാ രേഖ. ഇർത്തിദാഇന്റെ മുർത്തദ്ദാകുന്നതിന്റെ ലക്ഷണങ്ങളും അതിന്റെ കാരണങ്ങളും അനേകം വിവരിച്ച പണ്ഡിത ഗ്രന്ഥങ്ങള് ലോകത്ത് കാണാൻ കഴിയും. മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ട് അവരാദരിച്ചുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് കൊടുത്ത മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് അള്ളാഹുവിൽ നിന്ന് സഹായം വാങ്ങിത്തരും എന്ന ലക്ഷ്യബോധത്തോടുകൂടെ അവരോട് സഹായം ചോദിക്കുന്നത് തെറ്റാണെന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണെന്നും പരിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ സാധ്യമാണോ? ഇല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് കൊണ്ട് തെളിയിക്കാൻ സാധ്യമാണോ? ഇല്ല. ലോകത്ത് ആധികാരിക പണ്ഡിതന്മാരുടെ ഉദ്ധരണി കൊണ്ട് തെളിയിക്കാൻ സാധ്യമാണോ? ഇല്ല. പിന്നെ എന്താണ് പണ്ഡിതന്മാര് പറയുന്നത്? ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇമാം റംലി റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹുവിനെ പോലെ പ്രഗൽഭരായ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഇമാം സുബ്കി തങ്ങളുടെ ശിഫാഉസ് സഖാം ഫീ സിയാറത്തി ഖൈറിൽ അനാം എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. യഅലം അന്നൽ ഇസ്തിഗാസത വത്തവസ്സുല വത്തസഫുഅ ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആല വജവാസു ദാലിക വഹുസ്നുഹു മിനൽ ഉമൂരിൽ മഅലൂമത്തി ലികുല്ലി ദീ ദീനിൻ അൽ മഅറൂഫത്തി മിൻ ഫിഅലിൽ അംബിയാഇ വൽ മുർസലീൻ വസിയരി സലഫി സ്വാലിഹീൻ വൽ ഉലമാഇ വൽ അവാമി മിനൽ മുസ്ലിമീൻ വലം യുൻകിർ ദാലിക അഹദും മിൻ അഹ്ലിൽ അദിയാൻ വലാ സുമിഅ ബിഹി ഫീ സമനിൻ മിനൽ അസ്മാൻ ഹത്താ ജാഅ ഇബ്നു തൈമിയ്യ ഫതകല്ലമ ഫീ ദാലിക ബികലാമിൻ യുലബ്ബിസു ഫീഹി അലാ ദുഅഫാഇൽ അഅ്മാർ. മറിക് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ ശിഫാഉസ് സഖാം ഫീ സിയാറത്തി ഖൈറിൽ അനാം കാണാം. നമുക്കതിൽ സുബ്കി ഇമാമിനെ തള്ളുമ്പോ ചോദിക്കട്ടെ മോനെ നിന്നോട്, ആ സുബ്കി ഇമാം രചിച്ച ശിഫാഉസ് സഖാം എന്ന ഗ്രന്ഥത്തിന്റെ ആദ്യ പേജിലെ ആദ്യ വരിയിലെ ആദ്യ പദത്തിനു സമാനമായ ഒരു വാക്യമെങ്കിലും ഈ ലോകത്തെ കാഴ്ചവെക്കാൻ നിനക്ക് സാധ്യമാണോ? അത്രയും മൂഢനായ നീയാണോ ഇമാം സുബ്കി തങ്ങളെ ചോദ്യം ചെയ്യുന്നത്, അവിടുത്തെ പാണ്ഡിത്യത്തെ ചോദ്യം ചെയ്യുന്നത്? ലോകം നിന്നെ മൂഢനായി വിധിക്കുകയാണ്, വിവരദോഷിയായി വിധിക്കുകയാണ്. അതിൽ നീ സമാധാനിക്കുക തന്നെ വേണം സഹോദര. ഇമാമിങ്ങളെ കൈവെടിഞ്ഞുകൊണ്ടൊരു മതം ലോകത്തിന് പരിചയമില്ല, മുസ്ലിം ലോകത്തിന് പരിചയമില്ല. കാരണം പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും, ഉലുൽ അംറിനെ നിങ്ങൾ അനുസരിക്കണമെന്നാണ്, നിയമമാണ്. അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അവിടെ അസൂയയില്ല, കിബിറില്ല, അഹങ്കാരമില്ല, അഹന്തയില്ല. അനുസരിച്ചേ പറ്റൂ. മുസ്ലിമാണോ? വേണ്ടത് തന്നെയാണ്. അപ്പോഴല്ലേ ഇസ്ലാം സാക്ഷാത്കാരമാകുന്നത്. അപ്പോഴാണല്ലോ നീ മുസ്ലിം എന്നത് വളരെ അർത്ഥമാകുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിങ്ങൾ ചിന്തിക്കണം, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സഹായം ചോദിക്കലും അവിടെ മുഖേനയുള്ള തവസ്സുലും അവിടുത്തോടുള്ള തശഫുഉം എല്ലാം പുണ്യമാണ്, അനുവദനീയമാണെന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. മുർത്തദ്ദാകുമെന്നല്ല പറഞ്ഞത്. മഹാന്മാരോട് സഹായം ചോദിക്കുന്നത് ഇർത്തിദാഇന്റെ പട്ടികയിൽ ഒരൊറ്റ പണ്ഡിതനും എണ്ണിയിട്ടില്ല. അത് മതഭ്രഷ്ടിന്റെ കാരണമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ വിവരമില്ലാത്തതിന്റെ പേരിൽ എന്തൊക്കെയോ പറഞ്ഞതാണ്. സഹോദരന്മാരെ, നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം എന്ന്, മുജാഹിദിന് പറ്റിയ ഏറ്റവും വലിയ അപകടം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഞാൻ പറയട്ടെ സഹോദരന്മാരെ, അങ്ങനെ മൂന്നാമതായി പിന്നെ അയാള് പറയുന്നത് ഇത് വെച്ചുകൊണ്ട് നമ്മ മുശ്രിക്കുകളുടെ ലിസ്റ്റിലേക്ക് തള്ളുകയും എന്നിട്ട് അവ
അവരെ കൊല്ലണമെന്നാണ് മൗലവിക്ക് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അയാൾ ആക്ഷനിൽ തീർക്കുകയാണ്. കാരണം അത്രയും ദേഷ്യമായി പോയി. വിവരമില്ലാത്തത് കൊണ്ടല്ലേ പറ്റിപ്പോയ അപകടം. മുസ്ലിമാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുന്നുണ്ടോ ഇല്ലേ എന്നതാണെന്ന് ആദ്യത്തെ അപകടം മൗലവിക്ക് പറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ ലോക മുസ്ലിമീങ്ങളെ ശിർക്കിന്റെ പട്ടികയിലേക്ക് തള്ളി. രണ്ടാമത്തെ അപകടം, അതിനാൽ ഇസ്ലാമിക ഭരണകൂടമുള്ള പ്രദേശത്താണെങ്കിൽ ഇവരെ കൊല്ലും എന്നുള്ള മൂന്നാമത്തെ ആക്രോശം എല്ലാം അടിസ്ഥാനത്തിൽ നിന്ന് പിഴച്ചതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നതിന്റെ മാനദണ്ഡമായി നമുക്ക് പഠിപ്പിച്ചു തന്നത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് മറന്നുപോകല്ലേ. വിവരമില്ലാത്തവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഈമാൻ നിസ്ഫലമാക്കല്ലേ. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ നമ്മളെ നേതാവിനനുസരിക്കുന്നത് കൊണ്ടാണ് നമ്മളത് പറയുന്നത്. എന്നാൽ ഇവരനുസരിക്കുന്ന നേതാവോ ആരാണെന്ന് നിങ്ങൾ കൃത്യമായി അങ്ങ് കേൾക്കുക. അപ്പോൾ ഇവരുടെ മാതൃക എന്ത്, ഇവരുടെ പാരമ്പര്യം എന്ത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. വേറൊന്നും കണ്ടിട്ടല്ല. ഞങ്ങളുടെ നേതാവ് എ പി അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാണ്. മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ ഊതിയ പറഞ്ഞു. അങ്ങനത്തെ ഒരു മനുഷ്യൻ. യാതൊരു ജാടയില്ല. തലപ്പാവിന്റെ ഊക്കില്ല, ജുബക്കുപ്പായത്തിന്റെ ഊക്കില്ല, അല്ലേ, കോടിക്കണക്കിന് ഉറുപ്പിന്റെ കാറില്ല, തക്ബീറുകളില്ല. നാടൻ മനുഷ്യൻ. അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ, അല്ലേ? അവിടെയാണ് പറ്റിയ കേട്. അത് പറയണ്ടേ നേരത്തെ. വെറുതെ പാരമ്പര്യം ഇവർക്ക് അവകാശപ്പെടാൻ പറ്റുമോ? ഇല്ല. ഇവിടെയാണ് അപകടം പറ്റിപ്പോയത്. മുജാഹിദ് നേതാക്കൾ അവരുടെ നേതൃത്വമായി അംഗീകരിക്കുന്ന അവരുടെ നേതാവിന് 5 ഷർത്തുകൾ. സംസ്കാരത്തിന് 5 ഷർത്ത് എന്ന് പറഞ്ഞ പോലെ ഇവരെ നേതാവിന് 5 ഷർത്ത്. 1, ഊതിയാൽ പാറുന്ന നേതാവ്. നേതാവ് എന്ന് പറയുമോ എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഒരു വിഷമം, അല്ലേ? ഊതിയാ പാറുക എന്ന് പറയും ചെയ്യുക, പിന്നെ അതിന് നേതാവ് എന്ന് അർത്ഥം കൊടുക്കുക. വല്ലാത്തൊരു അപകടമായി പോയി. ഏതായിരിക്കട്ടെ, ഒന്നാമത്തെ നിബന്ധന അങ്ങനെ ഊതിയാൽ പാറുന്ന നേതാവ്. പിന്നെ തലപ്പാവിന്റെ ഊക്കില്ല, നീളം കുപ്പാഴുമില്ല, പിന്നെന്താണ്, കോടിക്കണക്കിന് ഉറുപ്പിന്റെ കാറില്ല, തക്ബീർ വിളികളില്ല. അങ്ങനത്തെ ഒരു നാടൻ മനുഷ്യനാണ് ഞങ്ങളെ നേതാവ് എന്ന് അഭിമാനത്തിൽ പറഞ്ഞത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ഞങ്ങളെ നേതാവുമായി ഒരു ബന്ധവുമില്ല എന്നതിന്റെ നിങ്ങൾ തന്നെ പറഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്, അതിയായ ആനന്ദമുണ്ട്, അതിയായ ആവേശമുണ്ട്. കാരണം ഞങ്ങളെ നേതാവ് ഓതിയാൽ പാറുന്ന നേതാവല്ല. കാരണം എന്താണെന്നറിയോ? മറിക്ക് ബുഖാരി കാണാമതിൽ 10 കൊല്ലം റസൂലുള്ളാഹിക്ക് മദീനയിൽ ഖാദിമായി ജീവിച്ച സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി വകാന അജ്വദൻ നാസി വകാന അസ്ജഅൻ നാസ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അഴകുള്ള ആളാണ്, നല്ല ചന്തമുള്ള ആളാണ്. അതല്ലേ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയത്, വഅജ്മലു മിൻക ലം തറഖതു ഐനി വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. തങ്ങളെക്കാൾ ഭംഗിയുള്ള ഒരു കുഞ്ഞിനെ ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ല. തങ്ങളെക്കാൾ ചന്തമുള്ള ഒരു മുത്തിനെ ഒരുമ്മയും ഇന്ന് വരെ പ്രസവിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അഴകാണത്. അതുകൊണ്ടോ പറഞ്ഞാൽ തീരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശാലമായി പിന്നെ പറയാം. അവിടുത്തെ പല്ലിന്റെ ഗുണം പറഞ്ഞില്ലേ സ്വഹാബത്ത്, ഇദഫ്തറല്ലാഹികൻ ഇഫ്തറ അൻ മിസ്ലി സനൽ ബർഖ്. അവിടുന്ന് ഒന്ന് നന്നായി ചിരിച്ചാൽ മിന്നൽ പ്രകാശിക്കുന്നത് പോലെ അവിടുത്തെ പല്ല് പ്രശോഭിക്കുന്നു.
വകാന അഹ്സനന്നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ചന്തമുള്ള ആളാട്, നല്ല അഴകുള്ള ആളാട് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകാന അജ്വദന്നാസി, വലിയ ധർമ്മിഷ്ഠനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വകാന അസ്ജഅന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ധൈര്യമുള്ള ആളാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഊതിയാൽ പാറുന്ന ആളല്ല. ഒരു ദിവസം മദീനയിൽ രാത്രി ഒരു വലിയ ശബ്ദമുണ്ടായി. എല്ലാവരും പേടിച്ച്, ശബ്ദമുള്ള ഭാഗത്തേക്ക് ആരും പോകുന്നില്ല പേടിച്ചിട്ട്. എല്ലാവരും കൂടിയിട്ട് പോകാമെന്ന് തീരുമാനിച്ചപ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അന്വേഷിച്ച് തിരിച്ചു വരുന്നതാണ് അവർ കണ്ടത്. തങ്ങൾ അവിടെ പോയി അന്വേഷിച്ച് തിരിച്ചു വന്നു. ലം തുറാവൂ, പേടിക്കാനൊന്നുമില്ല, അവിടെ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പോയി അന്വേഷിച്ച് തിരിച്ചു വരികയാണ്. അബൂ ത്വൽഹ തങ്ങൾ പറയാണ്, എന്റെ കുതിരപ്പുറത്താണ് എന്റെ ഒട്ടകപ്പുറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് യാത്ര ചെയ്തത്. എന്റെ ഒട്ടകമാണെങ്കിൽ തീരെ സ്പീഡില്ലാത്ത ഒട്ടകായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയതോടുകൂടി എന്റെ വാഹനം വജദിനാഹു ബഹ്റാ, എന്താണ് അതിന്റെ സ്പീഡ്, സുബ്ഹാനല്ലാഹ്, അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടാണ് അന്നത്തെ ദിവസം എന്ന് അബൂ ത്വൽഹ തങ്ങൾ പറയുന്നതും നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അപ്പൊ പറഞ്ഞു വരുന്നത്, ഊതിയാൽ പാറുന്ന ആളാട് നാട് ഒന്നാമത്തെ നിയമം, ഒന്നാമത്തെ ഷർത്ത് അതേതായാലും നമ്മളെ നേതാവിനില്ല. നമ്മളെ നേതാവ് അങ്ങനെ ഊതിയാ പാറുന്ന ആളല്ല. പിന്നെ രണ്ടാമത്തെ തലപ്പാവിന്റെ ഊക്കില്ല. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തലപ്പാവുണ്ടായിരുന്നു. അതിന്റെ അടിയിൽ തൊപ്പി ധരിച്ചിരുന്നു. തൊപ്പിയില്ലാതെ വെറും തലപ്പാവ് കെട്ടിയിരുന്നു. എല്ലാം കൃത്യമായി നമ്മുടെ ഇമാമീങ്ങളൊക്കെ പറയുന്നതിന് പുറമെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു ആമുഖം എന്ന 2 രൂപയുടെ പുസ്തകത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാകവാഹകനെന്ന് അവര് തന്നെ പരിചയപ്പെടുത്തിയ സാക്ഷാൽ ഇബ്നു ഖയ്യിമുൽ ജൗസി തന്റെ സാദുൽ മആദ് ഫീ ഹദി ഖൈറിൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. സാക്ഷാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മറ്റൊരു നേതാവാട് നെഞ്ചിൽ ആദ്യമായി കൈകെട്ടണമെന്ന ഏറ്റവും വലിയ അപകടകരമായ വാദം മുഴക്കിയ നേതാവ് അയാളാട്. അയാളുടെ നൈലുൽ ഔതാർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ് തലമറക്കുക എന്നത്. കണ്ടോ? അപ്പൊ പാരമ്പര്യവുമായി ബന്ധമില്ല എന്നത് അവരുടെ പ്രസംഗത്തിൽ നിന്ന് തന്നെ തെളിയുകയാണ്. നീളംകുപ്പായത്തിന്റെ പ്രൗഢിയില്ല സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതുണ്ട് എന്നതിന്റെ ചരിത്രത്തിൽ എത്രയാണ് തെളിവുള്ളത്. പിന്നെ കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ കാറില്ല, അതിന്റെ ആവശ്യം വരുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം നേതാക്കൾക്ക് തോന്നുകയാണ് ഇന്ന സ്ഥലത്ത് എത്തണം. അപ്പൊ അനുയായികളെല്ലാം കൂടി ഇരുന്നിട്ട് ഒന്ന് അങ്ങ് ഊതിയാല് ആ ഊതല് തന്നെ അങ്ങ് പാറിപ്പോകൂലേ മൗലവി. പിന്നെ ഇപ്പോ കാറിന്റെ ആവശ്യമില്ലല്ലോ. ഇനി ഇത്തരം ആളുകൾക്ക് ഉള്ള സൈക്കിൾ തന്നെ കാറ്റടിച്ച് കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പോകട്ടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഹനത്തിന്റെ വില എത്രയാണ്? ബുറാക്ക്. സുബ്ഹാനല്ലാഹ്, കോടികൾ കൊടുത്താ കിട്ടാത്ത വാഹനം. അത് നേതാക്കൾക്ക് കിട്ടേണ്ട സാധനമാണ്. കാരണം നേതാക്കൾക്കാണ് അതിന്റെ ആവശ്യം. അവര് പ്രബോധകരാണ്. അവരൊരു നാട്ടിലേക്ക് പ്രബോധനത്തിന് പോയാൽ, ഒരു പ്രദേശത്തേക്ക് പ്രബോധനത്തിന് പോയാൽ അവിടെ ഒരു മാസം കൂടിയിട്ട് അല്ലെങ്കിൽ 2 കൊല്ലം കൂടിയിട്ട് അങ്ങനെ വരേണ്ടവരല്ല. ഞൊടിയിട കൊണ്ട് കാര്യം കഴിഞ്ഞ് പെട്ടെന്നെത്തേണ്ടവരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സെപ്പറേറ്റ് വാഹനവും ഡ്രൈവറെയും അല്ലാഹു അയച്ചു കൊടുക്കുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് വരെയും 7 ആകാശം വരെയും ശേഷം അല്ലാഹുവിനെയും എല്ലാം കണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങി. അതാണ് നേതാവിന്റെ പവർ. അങ്ങനത്തെ നേതാക്കളെ കാണുമ്പോൾ ലോകം ചൊല്ലുന്ന സന്തോഷത്തിന്റെ ദിക്റാണ് അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് കടന്നു വരുമ്പോ ആനന്ദം കൊണ്ട് സ്വഹാബത്ത് തക്ബീർ ചൊല്ലി സ്വീകരിച്ചത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വളരെ കൂടുതൽ കാണുന്ന സത്യമാണ്. അപ്പൊ ഈ 5 നിയമങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തി നോക്കുമ്പോ വഹാബികൾക്ക് പാരമ്പര്യമില്ലെന്ന് മാത്രമല്ല
അത് മുറിഞ്ഞുപോയി എന്ന് മാത്രമല്ല ഒരു ബന്ധവുമില്ല എന്ന് വളരെ കൃത്യമായി ഞാൻ ആരോപിച്ചു എന്നാരും പറയൂലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ മൗലവിയെ കൊണ്ട് തന്നെ അങ്ങ് പറയിപ്പിച്ചത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർക്ക് മഹബത്തില്ല എന്ന കാര്യം ഉറപ്പായി. അപ്പൊ പിന്നെ നബി തങ്ങളെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലട്ടെ, ഒന്ന് കേട്ടോളൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. നമ്മുടെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് നേതാവല്ല. അതുകൊണ്ട് പരസ്യമായി നബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിനെ പരിഹസിച്ച് അവിടുത്തെ പരിശുദ്ധമായ പേര് പോലും നന്നായവൻ ഉച്ചരിക്കാതെ പരസ്യമായി റസൂലുള്ളാഹിനെ അപകീർത്തിപ്പെടുത്താൻ സ്റ്റേജിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നു. അണികൾക്കതിനുള്ള എല്ലാവിധ അംഗീകാരവും കൊടുക്കുന്നു. ഇതാണോ മുസ്ലിം ലോകം ചെയ്യേണ്ടത്? ഇവരെ സംബന്ധിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ അംഗീകരിക്കുന്നവരാണെന്ന് പറയാനൊക്കുമോ? ഈ പ്രസ്ഥാനത്തിൽ നിന്നാണല്ലോ ജമാഅത്തെ ഇസ്ലാമിക്കാര് ഒന്നുകൂടെ വിശാലവൽക്കരിക്കാൻ വേറെ ഒരു പാർട്ടിയായി 1940-കൾക്ക് ശേഷം ഭിന്നിച്ചത്. അങ്ങനെ എല്ലാവരുടെ സ്വഭാവം പരിശോധിക്കുകയാണെങ്കിലും അടിസ്ഥാനത്തിൽ പഴച്ചുപോയതിൽ എല്ലാവരും തുല്യരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പേരിന്റെ ബഹുമാനമുണ്ടോ അവർക്ക് തിരിയുന്നത്? എന്താണ് അതിന്റെ ബഹുമാനം? അബ്ദുൽ മുത്തലിബ് അല്ലാഹുവിന്റെ റസൂലിന് ആ പേര് കൊടുക്കുമ്പോ നാട്ടുകാര് ചോദിക്കുന്നു, അല്ല, ഒരു അപരിചിതമായ നാമമാണല്ലോ, ആർക്കും ഇന്ന് വരെ പരിചയമില്ലാത്ത ഒരു പേരാണല്ലോ, എന്താണ് ഇതുകൊണ്ട് താങ്കൾ ലക്ഷ്യമാക്കുന്നത്? അബ്ദുൽ മുത്തലിബ് പറഞ്ഞത് എന്താണ്? എന്റെ മകൻ ഭൂമി ലോകത്തുള്ളവരാൽ അതേ പ്രശംസിക്കപ്പെടണം, വാനലോകത്തുള്ളവരാൽ പ്രശംസിക്കപ്പെടുന്നവനാകണം. അന്ന് തന്നെ പേര് കൊടുക്കുമ്പോ അബ്ദുൽ മുത്തലിബ് തീരുമാനിച്ചതാണ്, ഇക്കുട്ടിന്റെ മദ്ഹ് ഭൂമി ലോകത്തുള്ളവരും വാനലോകത്തുള്ളവരും പറയണം, അവിടുത്തെ മൗലിദ് ഓതണം എന്ന് കൊടുക്കുമ്പോ തന്നെ തീരുമാനിച്ചതാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹത്തായ പേരിന്റെ പവർ മനസ്സിലാക്കിയ സ്വഹാബികൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ കാലിന് അതിശക്തമായ വേദന സംഭവിച്ചപ്പോ കൂടെയുള്ള സ്വഹാബികൾ പറഞ്ഞത് എന്താണ്? അല്ല അബ്ദുല്ലാ, ഇപ്പൊ ഇവിടെ അടുത്ത് ഒരു ഫിസിഷ്യൻ വന്നിട്ടുണ്ട്, അയാളടുത്ത് പോയാ രോഗം പെട്ടെന്ന് മാറുന്നാ പറയുന്നത് എന്ന് പറഞ്ഞ് അവിടെ പോകാനാണോ? അല്ല, അവര് നിർദ്ദേശിക്കുന്ന ട്രീറ്റ്മെന്റ് എന്തായിരുന്നു? ഉദ്കുർ അഹബ്ബന്നാസി ഇലൈക, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയൂ അബ്ദുല്ലാ, അതൊന്ന് വിളിക്കൂ അബ്ദുല്ലാ, മാറിക്കൊട്ടും രോഗം. അപ്പൊ എന്തിനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബികൾ ഇത് നിർദ്ദേശിച്ചത്? പേരിന്റെ ബഹുമാനം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ബഹുമാനമുള്ളവരുടെ പേരിന് ബഹുമാനമുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിളിക്കുന്നത് യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി യാ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വിളിച്ചതോടെ അവിടുത്തെ രോഗം മാറി എന്നതിന്റെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്ര വലിയ പവറുള്ള പേരാട് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ യുദ്ധങ്ങളിൽ സമരങ്ങളിൽ വിജയം കിട്ടാൻ അവര് മുഴക്കിയിരുന്നത് എന്ന് അൽ ബിദായത്തു വന്നിഹായിൽ ഇബ്നു കസീറിനെ പോലെയുള്ളവർ രേഖപ്പെടുത്തുകയാണ്. അപ്പേരൊന്ന് നന്നായി ഉച്ചരിച്ചില്ലല്ലോ. ഏത് നിലയിൽ ചൊല്ലിയാലും കാര്യത്തിൽ ചൊല്ലിയാലും പരിഹസിച്ച് ചൊല്ലിയാലും ഈ ചൊല്ലിയതിന്റെ വിധിയെന്ത്? ചൊല്ലിയവന്റെ വിധിയെന്ത്? ആ സദസ്സിലിരുന്നവന്റെ വിധിയെന്ത്? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പരിഹസിച്ച് ചൊല്ലിയതാണോ? എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സ്വലാത്ത് പരിഹസിച്ച് ചൊല്ലാൻ പറ്റുമെന്നതിന് എവിടെ നിങ്ങളുടെ കയ്യിൽ രേഖ? ചൊല്ലിയവന്റെ വിധി എന്താണെന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്.
കാര്യത്തിലാണോ എങ്കിൽ അവൻ ആരാണ്? ചൊല്ലലെന്താണ്? പറയൂ ജനങ്ങളോട്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ പ്രവണത അവസാനിപ്പിക്കണം. മുസ്ലിമീങ്ങളായി ജീവിക്കണം, സമാധാനത്തിന്റെ ഉടമകളാകണം. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കണം. അവിടുത്തോട് സ്നേഹവും മഹബത്തും നമുക്കുണ്ടാകണം. അല്ലാതെ വിവരക്കേടുകൾ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ബഹുമാനം ജനങ്ങളുടെ മനസ്സുകളിൽ നിന്ന് ഇല്ലായ്മ ചെയ്ത് അങ്ങനെ ഇസ്ലാമിന്റെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തതുകൊണ്ട് ഒന്നും നേടാനാകില്ലെന്ന് മാത്രമല്ല, എല്ലാ മേഖലയിലും വമ്പിച്ച പരാജയമാണുണ്ടാവുക എന്ന് വിവേകമുള്ള മനുഷ്യ ഇനിയെങ്കിലും നീ ചിന്തിക്കാതെ പോകല്ലേ എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് സ്നേഹിച്ചതെങ്ങനെയാണ്? അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാര് സ്നേഹിച്ചതെങ്ങനെയാണ്? മറിക്ക് ബുഖാരി ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ കേശം അത് സുന്ദരമായ ഒരു വെള്ളിച്ചിപ്പിയിലിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനായിരുന്നു അത്? അതാ ബുഖാരിയിൽ കാണാം, ഇദാ അസ്വാബൽ ഇൻസാന ഐനുൻ ഔ ശൈഉൻ ബഅസ ഇലൈഹാ മിഖ്ലബഹു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വല്ല സ്വഹാബിക്കും വല്ല കണ്ണേറും സംഭവിച്ചാൽ, അല്ലെങ്കിൽ എന്ത് രോഗമാകട്ടെ, ഇന്നതെന്നില്ല, എന്ത് രോഗവും എന്ത് പ്രയാസവും എന്തു സംഭവിച്ചാലും ബഅസ ഇലൈഹാ, അവൻ അതാ ഉമ്മു സലമ ബീവിയെ കൊള്ള ആളെ പറഞ്ഞേക്കും. അതേ, എന്തുമായിട്ട് പറഞ്ഞേക്കും? മിഖ്ലബഹു, തന്റെ കയ്യിൽ ഒരു വെള്ളപാത്രവുമായി ആളെ പറഞ്ഞേക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. എന്നിട്ടോ അതുകൊണ്ട് രോഗം മാറുമായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മൗഹിബ് റളിയല്ലാഹു അൻഹു, അതേ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ സഹായിയായ ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മൗഹിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം എന്നെ എന്റെ വീട്ടുകാര് പറഞ്ഞയച്ചു ഒരു ചെറിയ പാത്രം വെള്ളവുമായി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ കേശം, അവിടുത്തെ സുന്ദരമായി മുടിയൊന്നു മുക്കിയിട്ട് ആ വെള്ളമൊന്ന് കുടിച്ച് രോഗം മാറ്റാൻ ത്വൽഹത്തിന്റെ കുടുംബം എന്നെ പറഞ്ഞയച്ച് ഞാനതുമായി ചെന്ന് അതേ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ ഈ പിന്നെ ചിപ്പിയെടുത്ത് അതിൽ നിന്ന് മുടിയെടുക്കുമ്പോ ഫത്തലഅതു ഇലൈഹാ, ഞാനതിലേക്കൊന്ന് എന്തി നോക്കി, ഞാനതിലേക്കൊന്ന് പാടി നോക്കി. അപ്പോൾ എനിക്ക് ഒരുപാട് ചെമ്പിച്ച മുടികൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരുപാട് ചെമ്പിച്ച മുടികൾ എനിക്കതിൽ കാണാൻ കഴിഞ്ഞു എന്ന് ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മൗഹിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇല്ലേ ബുഖാരിയിൽ? എന്തേ പഠിക്കാതെ പോയത്? എന്തേ മനസ്സിലാക്കാതെ പോയത്? എന്നിട്ട് ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, എന്താണിത്? ഒന്നുകൂടെ വിശദീകരിക്കട്ടെ. വൽ മുറാദു, എന്താണ് ഇതിന്റെ ശരിയായ വിശദീകരണം? ഒന്നുകൂടെ കേട്ടോളൂ. വല്ല സ്വഹാബികൾക്കും വല്ല സ്വഹാബി വനിതകൾക്കും അവരുടെ വല്ല മക്കൾക്കും എന്തെങ്കിലുമൊക്കെ രോഗം പിടിപെട്ടാൽ ഇന്നതെന്നില്ല, എന്താകട്ടെ, എന്ത് മിസ്റ്റേക്ക് സംഭവിച്ചാലും, എന്ത് അപകടം സംഭവിച്ചാലും, എന്ത് പ്രയാസങ്ങൾ സംഭവിച്ചാലും അതാ ഉമ്മു സലമ ബീവിയുടെ സമീപത്തേക്ക് ആളെ പറഞ്ഞേക്കുകയും അങ്ങനെ ഉമ്മു സലമ ബീവി ആ പരിശുദ്ധമായ മുടിയെടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കേശമെടുത്ത് കൊണ്ടുവന്ന വെള്ളപ്പാത്രത്തിലേക്ക് ഇട്ടൊന്ന് മുക്കിയെടുക്കും. എന്നിട്ടത് കുടിക്കും. ഇസ്തിസ്ഫാഅൻ ബിഹാ ഫതഹ്സുലു ബിഹാ ബറകതുഹു. നമുക്ക് കാണാൻ കഴിയും, ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫതഹ്സുലു ലഹു ബറകതുഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയുടെ ബറക്കത്ത് ആ വ്യക്തിക്കത് കുടിക്കൽ മുഖേന ഉണ്ടാകുന്നത്. അതിൽ നിന്ന് രോഗശമനം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവരിത് ചെയ്തിരുന്നത്. സഹോദരന്മാരെ, രോഗം നൽകിയവൻ അല്ലാഹുവാണ്, രോഗം തന്ന
തന്നത് അല്ലാഹുവാണ്, ശമനവും അവനിൽ നിന്നാണല്ലോ, അവനോടല്ലേ അത് ആവശ്യപ്പെടേണ്ടത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ മുടി മുഖേന ശമനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ അത് ശിർക്കല്ല, കുഫ്റല്ല എന്ന് സ്വഹാബികൾ പഠിപ്പിക്കുമ്പോൾ, ഇമാമിങ്ങൾ പഠിപ്പിക്കുമ്പോൾ, അതല്ലേ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് പാടാൻ തന്നെ പ്രേരിപ്പിച്ചത്. നബിയല്ലാഹി യാ ഖൈറൽ ബറായാ ബിജാഹിക അത്തഖി ഫസ്ലൽ ഖളാഇ. അവിടുത്തെ ജാഹ് കൊണ്ട് നാളെ ആഖിറത്തിൽ എനിക്ക് രക്ഷയുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട് നബിയേ. വഅർജു യാ കരീമുൽ അഫ്വ അമ്മാ ജന്നതുഹു യദായ യാ റബ്ബൽ ഹബാഇ. ഹബാ എന്ന പ്രദേശത്തിന്റെ ഉടമസ്ഥനായ നബിയേ, ഞാൻ ചെയ്ത തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാപ്പ് തങ്ങളോട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾക്കുള്ള മാപ്പ് ഞാൻ തങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി പാടിയത് അവിടുത്തെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതാണ് ഇസ്ലാം. മഹാന്മാരായ സ്വഹാബികൾ വിശ്വസിച്ചതാണ് ഇസ്ലാം. അത് ഉൾക്കൊള്ളാനാണ് ഖുർആനിൽ നമ്മോട് അല്ലാഹുവിന്റെ ആഹ്വാനം. ആമിനൂ കമാ ആമനന്നാസ്. അന്നാസാകുന്ന സ്വഹാബികൾ അവരെങ്ങനെ വിശ്വസിച്ചോ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുക തന്നെ വേണം. എല്ലാ വിശ്വാസ കാര്യങ്ങളിലും എല്ലാ കർമ്മങ്ങളിലും അവരുടെ വിശ്വാസം എങ്ങനെ അതുപോലെ തന്നെയാകണം നമ്മുടെ ജീവിതവുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്. സത്യം ഉൾക്കൊള്ളാൻ, അത് ഗ്രഹിക്കാൻ, അത് മനസ്സിലാക്കി സ്വർഗം പുൽകി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.